എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മീ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കുട്ടിപ്പട്ട ഇതിൻ്റെ ഇടയ്ക്ക് ഞാനെടുത്ത 2 ദിവസത്തെ വീഡിയോയാണ്. അതിൻ്റെ റെസിപ്പികളൊന്നും അങ്ങനെ കാണിച്ചിട്ടില്ല, എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ ജോഷ് മോനൊന്നു എന്നെ ഒരുക്കുന്നു എന്ന് വേണ്ട, അവൻ എൻ്റെ ഈ ഒരു ഇവിടെ ഒരു കറുപ്പില്ലേ, അവൻ അതിനെ തൂത്ത് അവനത് വെളുപ്പിക്കണം. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു കിങ്ങിണിയുണ്ട്. അത് ഇവൻ കുഞ്ഞായിരിക്കുമ്പോഴേ ഇവനെയായിരുന്നു ഞാൻ കൂടുതലും എടുത്ത് ഉറക്കുന്നതൊക്കെ. അന്നേരമേ അവൻ ഇതിങ്ങനെ പിച്ചിയായിരിക്കത്തുള്ളായിരുന്നു. അപ്പോൾ അവൻ അതെടുത്ത് മാറ്റണം, ഇതെടുത്ത്. എന്നിട്ട് പറയും സന്തോഷങ്ങളിന് അയച്ചു കൊടുക്കണം ഫോട്ടോ, എന്നിട്ട് പറയും നീ സുന്ദരിയായെന്ന് പറയുമെന്ന്. അങ്ങനെ അവൻ നമ്മുടെ കൂടെ ഇങ്ങനെ മറ്റേ ആൾ ഇങ്ങനെ പ്രൈസമ്മോൻ്റെ കൂട്ട് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് തന്നെ താൻ കാര്യം പറഞ്ഞിരുന്ന് കളിച്ചോളും. ഇവനിടയ്ക്ക് ഇല്ല കുതിച്ചാൽ ഇവൻ്റെ ഓട്ടം. രാത്രിയിലൊക്കെ നമ്മൾ ആ മുറി കിടക്കുവാണെങ്കിൽ ലൈറ്റ് അടച്ചാലും ഒരു ദിവസം ഞാൻ കിടക്കുമായിരുന്നു. അപ്പോൾ ലൈറ്റ് അണച്ചായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങുമായിരുന്നെങ്കിൽ ഞാൻ നിലവിളിച്ചതിനായിരുന്നു. ഞാൻ അറിഞ്ഞു ഇവൻ വന്നത്, ഒരു ശ്വാസം വിടുന്ന സൗണ്ട് കേൾക്കാൻ നമുക്ക്. എന്നിട്ട് അടുത്ത് വന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞൊക്കെ നോക്കി ഞാൻ ഉറങ്ങുവാന്ന് എന്തോ തോന്നുന്നു. എന്ന് പറഞ്ഞാൽ വരുന്നത്. എത്ര ഉറങ്ങി വരാന്നേലും പ്രൈസ പക്ഷേ ഉറങ്ങിപ്പോയായിരുന്നു, അവൻ അറിഞ്ഞില്ല. ചോടി വരും പോകുമ്പോഴാ കൊച്ചുങ്ങൾ എന്തോ വിഷമമായിരിക്കും, കഷ്ടം. എന്തോ കുളിക്കാൻ കൊണ്ടുപോകുന്നതിലും അവിടെ കാണുന്ന ഒരു ഇല കിട്ടുവാണെങ്കിൽ അതിനെ സോപ്പിട്ട് കഴുകി വിജയാൻ്റിക്ക് ഗിഫ്റ്റാണെന്നും പറഞ്ഞ് കൊണ്ടുതരും. അപ്പോൾ ഞങ്ങളൊന്ന് മാർക്കറ്റിലൊക്കെ പോയിട്ട് വന്നേ. അന്നേരം എനിക്കൊരു സഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. വിജയാൻ്റി പോകുമ്പം ഇതിൻ്റെ അകത്ത് സാധനം ഇട്ടുകൊണ്ട് പോകണമെന്നും പറഞ്ഞു. ചീവീടിൻ്റെ സൗണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞു വീഡിയോയിലോട്ട് പോകാമേ. ഈ വീഡിയോ എന്ന് പറയുന്നത് സൺഡേ രാത്രി കുറച്ച് ചക്ക അവിടെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഒരു ഇച്ചിരി ശക്കലം മധുരമുള്ളത്. അപ്പം എനിക്കൊരാഗ്രഹം അതൊന്ന് അങ്ങ് ചക്ക എരിശ്ശേരി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, പണ്ടങ്ങാണ്ട് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ ഇവിടെ. അപ്പം ഞാനത് എൻ്റെ നിർബന്ധത്തിന് ഞാനതെന്നാ പറഞ്ഞ് നമുക്കൊന്ന് എരിശ്ശേരി ഉണ്ടാക്കാമെന്നും പറഞ്ഞ് രാത്രി എന്ന് പറയുമ്പോൾ ഒരു 6-6:30 ആകുമ്പം ഇരുട്ടുമല്ലേ, ആ സമയത്ത് ചെയ്ത പരിപാടിയാണ്. ഇവിടെ ഭയങ്കര മഴ പെയ്യുക. അമ്മ പറ ഈ പെണ്ണിന് എന്തോ എടി മഴയും പിടിച്ച് എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ എടുത്ത് അതുണ്ടാക്കാനായിട്ടിരുന്ന്. ഭയങ്കര തകർപ്പൻ മഴയാണ്. കുക്കറിൽ അത് ഇട്ടിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് 3-4 വീസിലടിച്ചെടുത്തു. എന്നിട്ടത് നന്നായി ഉടച്ചെടുത്ത് എന്നിട്ട് ഇനി അതിൽ കടുക് വറുത്ത് ചേർക്കണം. അന്നേരം കുറച്ച് തേങ്ങയൊക്കെ വറുത്ത് ചേർക്കും. ഇവിടെ ഉണക്ക മീൻ വറക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ എരിശ്ശേരിക്ക് കടുക് വറുത്ത് ചേർത്തു. നല്ല കുറച്ച് തേങ്ങ, ഒരു അരമുറിയില്ല, അതിൽ ഇച്ചിരി കുറച്ച് തേങ്ങ, ഉള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് വറുത്ത് അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. നമ്മുടെ ചക്ക എരിശ്ശേരി റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പത്താഴത്ത് നിന്ന് ചക്ക എരിശ്ശേരി, ഉണക്കമീൻ, പിന്നെ ഇന്നത്തെ തോരനൊക്കെ കുറച്ചുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കുശാലായിരുന്നു. പോൾമോൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അവനും ഒത്തിരി ഇഷ്ടമായി. ആദ്യം അവൻ പറഞ്ഞു അയ്യോ ചക്കയായിട്ട് മതിയായിരുന്നു ഇങ്ങനെ വേണ്ടത്. പിന്നെ കഴിച്ചോണ്ടേ അവൻ പറഞ്ഞ് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇനിയും കാണിക്കുന്നത് പിറ്റേന്ന് വീണ്ടും ഞാൻ രാവിലെ, ഞാൻ പറഞ്ഞില്ല ഇവന്മാരുടെ ഇടയിൽ ഇവിടെ ഇവർക്ക് പൂരിയൊക്കെ ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഷീവയ്ക്ക് അവിടെ നിന്ന് ഷീവ അവിടെ ഉരുട്ടിയിട്ട് അവന്മാരെടുത്തുകൊണ്ട് ഓടും. അതുകൊണ്ട് ഞാനുള്ള സമയത്ത് അങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ഇന്നാളിലും ഒന്ന് അമ്മയ്ക്ക് ഇഷ്ടമാണെന്നല്ലേ, ഇന്നാളിലും ഉണ്ടാക്കി കൊടുത്ത് ഇന്നും പൂരി ഉണ്ടാക്കാമെന്ന് വെച്ച്. ഇവന്മാർ ഞങ്ങളുള്ളത് കൊണ്ടാണ്, ഇപ്പം പോളും റൈസനും ഉള്ളത് കൊണ്ടാണ് അവിടെ പോയി ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇവന്മാർ അടുക്കളയിൽ നിന്ന് മാറത്തില്ല. അമ്മ ഇവിടെ കുറേ ഉരുളൻകിഴങ്ങ് കിടപ്പുണ്ട്. ഉരുളൻകിഴങ്ങ് മസാല ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഉരുളൻകിഴങ്ങ് അരിയുക. ഞാൻ കുറച്ച് പരത്തി അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ അത്ര ഉണ്ടാക്കിയിട്ട് പിന്നെ ചൂടോടെ അവർക്ക് പൂരിയൊക്കെ ചൂടോടെ നമുക്ക് കഴിക്കുമ്പോഴേക്കും നല്ല ബോള് പോലെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ചിലതേ ഉള്ളൂ അങ്ങനെ ആകാതെ ഇരുന്നത്. ഒരു ഭയങ്കര ഇങ്ങനെ നിൽക്കുകയും ചെയ്യും, രണ്ടെണ്ണം കൂടെ എന്തെങ്കിലും എടുത്തോട്ട് ഓടുകയും ചെയ്യും. ലൈറ്ററൊക്കെ ആണെങ്കിൽ പാത്ത് വെക്കണം നമ്മൾ, ഗ്യാസിൻ്റെ ലൈറ്ററൊക്കെ. കാരണം അതൊക്കെ ഒന്ന് കൊട്ടുമ്പോഴത്തെ ഇന്നാളി ഒന്ന് അതിൻ്റെ അത് പോയാന്ന് പറയുന്നു. ചൂലിൻ്റെ ഈർക്കലെല്ലാം എടുത്തുകൊണ്ട് പോകും. യൂലൊക്കെ എടുത്ത് പാതാമ്പരത്തിൻ്റെ അവിടെ എടുത്ത് വെക്കുന്നത്.
പക്ഷേ വികൃതിത്തരം പണ്ടത്തേനെ ഞങ്ങൾ ഇന്നാളി വന്നതിനേക്കായി കുറവുണ്ട്. അന്നൊക്കെ ആണെങ്കിൽ പാത്രങ്ങളൊന്നും നമുക്ക് താഴെ വെക്കാക്കത്തില്ലായിരുന്നു, എല്ലാം എടുത്തുകൊണ്ട് ഓടുമായിരുന്നു കളിക്കാനായിട്ട്. പപ്പടം കണ്ടാൽ പിന്നെ രണ്ടും വിടത്തില്ല. അതുകൊണ്ട് ഇവിടെ അങ്ങനെ പപ്പടം അധികം കാണിക്കത്തില്ല, അങ്ങ് ചുമ്മാ അത് തന്നെ അങ്ങ് തിന്നും. കൊടുത്തില്ലെങ്കിൽ താന്നും പറഞ്ഞങ്ങ് നിൽക്കും. അപ്പോൾ ഞാൻ കുറച്ച് പേർക്ക് കൊടുത്ത് ഉരുളൻകിഴങ്ങ് മസാലയും പൂരിയും കൂടെ. അപ്പോൾ ഇനി കൊച്ചുങ്ങളുടെ സെറ്റും അവരാണുങ്ങളുടെ സെറ്റെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിവിടെ കഴിക്കാനിരുന്നു. അപ്പം കൊച്ചുങ്ങളെല്ലാം അവിടെ കഴിച്ചു കഴിഞ്ഞ് അവിടെ അവന്മാരുടെ കളിയും ബഹളവും ഒക്കെയാണ്. ഞാൻ പറഞ്ഞത് ഗെയിമായിട്ട് അവിടെ നില്ലടാ, സ്ഥലം കൂടെ അച്ഛനായിരുന്നു. അതെ, കിട്ടിയാൽ എടുക്കണ്ട എടുക്കണ്ട. അങ്ങനെയല്ല കളി, എടുക്കണ്ട. പറഞ്ഞാ മതി നിങ്ങൾ ജയിക്കും. ഇപ്പം നിങ്ങൾ 1 ഞാൻ 1 ഈക്വലാ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എല്ലാം ഈ വീട് ഈ പെയിൻറ്റും പിന്നെ തറയിൽ ഇത് ഒട്ടിച്ചേക്കുവാണ്. അതെല്ലാം ഒരു ഇച്ചിരി എവിടെയെങ്കിലും ഒന്ന് ഇളകിയിട്ടുണ്ടെങ്കിൽ കൊച്ചുങ്ങൾ 2-3 വർഷം കൊണ്ട് ഇവന്മാർ തന്നെ അത് വലിച്ച് പറിച്ച് മൊത്തം നശിപ്പിച്ച്. ഇനിയിപ്പം നമുക്ക് ഈ റോഡിൻ്റെ ഇതുകൊണ്ട് ഇപ്പം ശരിയാവും നമുക്കൊന്നും അങ്ങനെ ഇതിൻ്റെ അകത്ത് ഒന്നും മുതൽ മുടക്കി ചെയ്യാനും പറ്റത്തില്ലല്ലോ വീട്ടിൽ. ഇന്ന് കിട്ടും എന്നും പറഞ്ഞാൽ ഇരിക്കുന്നത്. അപ്പോൾ ഇനി എന്ന് കിട്ടുന്നെന്ന് ദൈവത്തിനറിയാം ഈ വസ്തുവിൻ്റെയൊക്കെ ഇതേ. ഇപ്പം പിന്നെ സ്കൂളിൽ പോയേ പിന്നെ ഭിത്തിയിലൊക്കെ പടം വരപ്പും പെൻസിലും കൊണ്ട് വരപ്പൊക്കെ ആയിട്ടുണ്ട്. അവിടെ ഇരുന്നോട്ടെ, ഇനി തൊടണ്ട. മോനെ തൊടണ്ട, ഇനി പോരെ. ഇവിടെ ഇനി അവനും അതുപോലെ ചെയ്യൂടാ പൈസ. ചപ്പൽ എന്തിയാ നിന്റെ? ഇവിടെ ഈ കോഴികൾ വെറുതെ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കും. പ്രേസനത് ഒരു കോഴി ഇങ്ങനെ തൊട്ടാലൊന്നും അനങ്ങത്തേയില്ല. മറ്റേതൊക്കെ ആണെങ്കിൽ ഒന്നിങ്ങനെ ചുണ്ടും കൊണ്ട് കൊത്താൻ ചെല്ലും. അവനത് ഇരിക്കുമ്പം തൊട്ട് അതിൻ്റെ മുട്ട കിട്ടിയോ. അവൻ ചോദിക്കുന്ന ഒരു ദിവസം എത്ര മുട്ട ഇടുമെന്നാണ്. എത്രണ്ണവും കിട്ടും, എത്രണ്ണവും എടുത്തു. ഞങ്ങൾ ബെഞ്ചിമമ്മിയുടെ അവിടെ പോയണേ ആരാ മുട്ട എടുത്തത്, അവൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളാണ്. കോഴിയോട് എന്ന് ചോദിക്കും, കോഴി ഹെൻ ഹൗ ആർ യു, ചിക്കൻ എന്നാണ് പറയുന്നത്, ചിക്കൻ ഹൗ ആർ യു. പാങ്ങള വിറവ് കീറുക. അവൻ്റെ കൈക്ക് ഞാൻ പറഞ്ഞില്ലേ ഷിപ്പി വെച്ച് നല്ലൊരു ആക്സിഡൻ്റ് ഉണ്ടായി, ആകെ കൈ പോയതാ. ആ കൈ കൊണ്ട് അമ്മ പറയും ഇതൊന്നും ചെയ്യണ്ട എന്നൊക്കെ, എന്നാലും പോയി ചെയ്യും. ഇന്ന് അങ്കിളുടെ കൈ വെച്ച് എണ്ണ ഇട്ട് കൊടുക്കണേ. അപ്പം പോളിനും എനിക്കൊക്കെ ചക്ക ഇഷ്ടം. പ്രൈസിന് ചക്ക അത്ര ഇഷ്ടമല്ല, കപ്പ ഇഷ്ടമാണ്. അപ്പോൾ ആങ്ങളെ പറയും എത്രയും ചക്ക വേവിച്ച് കൊടുക്കാമോ, അവർ പോന്നിടം വരെ ചക്ക വേവിക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് മിക്ക ദിവസവും ഇപ്പം ചക്കയായിരിക്കും. അപ്പോൾ പോൾമോനും ചക്ക ഉണ്ടെങ്കിൽ പിന്നെ അവന് സന്തോഷമാണ്. നമുക്ക് അവിടെ നിന്നും അങ്ങനെ ചക്ക കിട്ടാറില്ലല്ലോ. അതുകൊണ്ട് ബ്രദർ പറയും ഇവിടെ കഴിക്കുന്നിടത്തോളം നീ കഴിച്ചോ, അവിടെ ചെന്ന് നീ ഡയറ്റിങ് ചെയ്തോണമെന്ന് പറയും. ചക്ക ഇപ്പം അരപ്പിട്ട് വെച്ചേക്കുക. അപ്പോൾ ഇനി അത് കുറച്ച് ഒന്ന് ചെറിയ തീയിലിട്ടേക്കുക. അരപ്പൊന്ന് വേവുമ്പം പിന്നെ ഇളക്കിയെടുക്കാം. പിന്നെ തോരൻ കാബേജും ക്യാരറ്റും ഇച്ചിരി ചൊരക്ക ഉണ്ടായിരുന്നു, അതുകൂടെ ഇട്ടുള്ള തോരനും റെഡി ആയിട്ടുണ്ട്. ഇപ്പം ചക്കയൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടോടെ ഇങ്ങനെ ഇപ്പം ഇച്ചിരി ഒന്ന് ലൂസായിട്ടിരിക്കും, എന്തെങ്കിലും രാത്രി ആകുമ്പോൾ അതങ്ങ് കട്ടിയാകും. അപ്പോൾ ആരും ഒന്നും പറയല്ലേ കൈയിട്ടെടുത്തേന്ന്. നമ്മുടെ വീട്ടിലുള്ളവരല്ലേ ഇതിനെ. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, ഒരു ഇച്ചിരി ടേസ്റ്റ് നോക്കിയതാണ്. അപ്പം ഞങ്ങൾ ആദ്യം ചിന്തിച്ചത് മാങ്ങ ഇട്ട ചമ്മന്തി അരയ്ക്കാമെന്നാ ചക്കയ്ക്ക്.
അപ്പം ഞാൻ ഒന്നേരം പറഞ്ഞു, അയ്യോ ചമ്മന്തി ആണെങ്കിലും നമ്മൾ ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ തീർക്കും, ഒരു തേങ്ങ വേണം ചമ്മന്തി അരയ്ക്കാനും. ഞാൻ പറഞ്ഞു ആത്തുണ്ടെങ്കിൽ നമുക്കൊരു മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, മാങ്ങാക്കറി വയ്ക്കാം. അത് കൂട്ടി പിന്നെ ഞങ്ങൾ എന്തോ ഇതെന്നോ വെളുത്തുള്ളിയും കാന്താരിയും സവാളയും എല്ലാം കൂടെ ഒന്ന് അരച്ചിട്ട് വെളിച്ചെണ്ണയും പുളിയും കൂടെ ഒക്കെ ഞെടി അങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കും. അത് ചക്കയൊക്കെ കഴിക്കുമ്പോൾ നല്ല ഗ്യാസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ. ഞാൻ ചിന്തിച്ച് പോളിനത് ഇഷ്ടപ്പെടത്തില്ലെന്ന്, പക്ഷേ പോളിനത് ഇഷ്ടമായി. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല വെളുത്തുള്ളിയും കാന്താരിയൊക്കെ നന്നായിട്ട് അരച്ചിട്ട്. അപ്പം ഇതിന് ഞങ്ങൾ കടുകൊക്കെ വറുത്ത് നമ്മുടെ മാങ്ങാക്കറിയും റെഡിയായി. കണ്ണാടി നോക്കിക്കേ, പ്രൈസൻ അങ്ങ് കൊഞ്ചിക്കാൻ അങ്ങ് ഭയങ്കര കൊതിയാ അവൻ. പിന്നെ തന്നെ മൂക്കിൽ ഉമ്മ തരാനുള്ള കൊടിയാ, മൂക്കിൽ ഉമ്മ തരാണല്ലോ, മൂക്കിൽ ഉമ്മ തരാനുള്ള കൊടി അറിയിച്ചു. നീ ആ ക്രീം ദേഹത്ത് തേക്കണം, നല്ല മണം വരും. അല്ല ക്രീമും ഉണ്ട്, ലോഷൻ മേളിൽ ഇരിക്കുന്നുണ്ട് ഇവിടെ. വേണ്ട വേണ്ട കാണിക്കണ്ട, കണ്ടില്ലേ ക്രീം ഇരിക്കുന്നത് കൊച്ചിന്റെ. ഞാൻ തേച്ചു ഇതേ. ഉണ്ടോ ഈ ക്രീം അല്ലേ എടുത്ത് ഇപ്പം? അല്ല ഒന്ന് മടക്കിക്കണ, ഇത് നെക്കിയെടുത്ത് മണപ്പിക്കാം. സെയിം അല്ലേ? അത് ഈ പൂവിന്റെ കൂത്ത് മണമാ. ആണോ? അതിന്റെ കൂത്ത് മണമല്ല. പതുക്കെ 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 നല്ല മണമായിരിക്കും. ബോഡി ലോഷൻ ബോഡി ലോഷൻ അല്ല, അത് കുളിച്ച് കഴിഞ്ഞിട്ട് തേക്കണ മണങ്ങ. കുളിച്ച് കഴിഞ്ഞിട്ടേ തേക്കാവൂ. അവിടെ സുന്ന കുത്തപ്പൻ മണങ്ങ, സ്വന്തര കുട്ടപ്പൻ മണവാ. സുന്ന കുത്ത മണന്ന് കുത്തി കീമു സുന്ന കുത്ത മണം കുത്തത് അങ്ങനെയാ. ബോഡി ലോഷൻ മണിപ്പിച്ചേ. अरे बस बस ചന്ദ്രകിട്ടപ്പൻ എക്സ്റേ എക്സ്റേ ജേക്കിന്റെ എക്സ്റേയാ. നിങ്ങൾ 1 by 1 എടുക്കണം. 1 by 1 ഇല്ല, ഞങ്ങൾ ഇവിടെ ഡോമൻ തേടി കണ്ടുകൊണ്ടിരിക്കുവാണേ. ചുമ്മാതാന്നേ, ടോം ആൻഡ് ജെറി എവിടെയാ കാണുന്നേ? അല്ല ഈ ടിവി. ഓ മുട്ടയിട്ടാണ് ഒരു ദിവസം ഇവിടെ. സുന്ദരം ഡോട്ട് വരും. ഇവിടെ തേച്ച് വെച്ച ഇവിടെ കീമാണോ? ഇനി അടുത്തതാ വരുന്നു. എൻ്റെ അമ്മേ മതി, മതി. സുന്ദരിയായി. മതി. മതി ഇപ്പം. മതി. ഇനി മക്കള് പോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.